ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു എ ന്യൂ മാജിക്കൽ മോർണിംഗ്. അതെ, ഇന്നത്തെ ലെസൺ നമ്മൾ മാജിക് മോർണിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം നന്നാവണമെങ്കിൽ എന്താണ്, യൂഷ്വലി നമ്മൾ പ്രഭാതത്തിൽ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി വേണം എണീക്കാൻ, അല്ലേ? ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് അലാം സ്വിച്ച് ഓഫ് ആയി അല്ലെങ്കിൽ അലാം അടിച്ചില്ല, ആകെ കൂടെ ഭയങ്കര വറീഡായിട്ടും ഹറി ബറിയിൽ ചാടി എണീറ്റ് അയ്യോ എൻ്റെ ബസ് ലേറ്റ് ആവുമല്ലോ അല്ലെങ്കിൽ വർക്കിലെത്താൻ ലേറ്റ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മോഡിലായിരിക്കും ചിലവർ. ഓക്കെ, അല്ലെങ്കിൽ കുട്ടികളെ ഒരുക്കാൻ സമയമായി, ലഞ്ച് കൊടുത്തു വിടാൻ സമയമായി, ഓവർ സ്ലീപ്പ് ചെയ്തു, അതായത് മേ ബി സൺഡേ നല്ലൊരു മൂവിയൊക്കെ കണ്ട് കുറച്ച് ലേറ്റായി കിടക്കാൻ മൺഡേ രാവിലെ ആകെ കൂടെ ബഹളം. ഓക്കെ, ആ ദിവസം നിങ്ങൾക്ക് നന്നായി പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഉച്ചവരെ നമ്മൾ ആ ഒരു വറി എനർജിയിൽ തന്നെയായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഐ മീൻ ആകെ കൂടെ ഒരു വെപ്രാളം, ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം, തലേ ദിവസം രാത്രി തന്നെ കുറച്ച് പ്ലാനിങ് ചെയ്യാം, അല്ലേ? ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ തലേ ദിവസം തന്നെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യും, ലഞ്ചിനുള്ളതും എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ നേരാക്കി വെക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, മാവ് സെറ്റ് ചെയ്ത് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തോടു കൂടെ, അതായത് നമ്മുടെ ഒരു നെക്സ്റ്റ് ഡേൻ്റെ പ്ലാനിങ് തലേ ദിവസം രാത്രി തന്നെ ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മുടെ നെക്സ്റ്റ് ഡേ അടിപൊളിയാവുള്ളൂ. അതേപോലെ കിടക്കാനുള്ള സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സമയാസമയം കിടക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറേ കാലമായിട്ട് നേരത്തെ എണീറ്റ് ശീലിച്ചവർ ഓട്ടോമാറ്റിക്കലി ആ 4:45-5 സമയത്ത് ഓട്ടോമാറ്റിക്കലി എണീക്കും, കാരണം നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല ഒരു റുട്ടീൻ ഫിക്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മാജിക്കൽ മോർണിംഗ് അതായത് പറഞ്ഞു വന്നത്, ഒരു ദിവസം നന്നാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലത്തെ തന്നെ ഭയങ്കര എനർജറ്റിക്കായി സന്തോഷത്തോട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ തോട്ട് ആ ദിവസത്തിലത്തെ എന്തായിരിക്കണം? താങ്ക് യു പറഞ്ഞിട്ട് വേണം നമ്മൾ എണീക്കാൻ. താങ്ക് യു എന്നുള്ള വേർഡ്, ആ നന്ദി, ഓക്കെ, ദൈവത്തിന് നന്ദി, സൃഷ്ടാവിന് നന്ദി, ഈശ്വരന് നന്ദി എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, ഓക്കെ, നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി കാമാവും. അത്രയും മാജിക്കലാണ് ഈ വാചകം. ഓക്കെ, കാരണം നമ്മുടെ ആര് താങ്ക് യു പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സന്തോഷം, അല്ല, ഒരു ഹാപ്പിനെസ് നമ്മൾ ഫീൽ ചെയ്യും, നമ്മുടെ മൈൻഡ് കാമാവും. അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? വെറുതെ താങ്ക് യു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതല്ല, ഹൃദയത്തിൽ നിന്നും വരുന്ന താങ്ക് യു നമുക്കും ഫീൽ ചെയ്യും. അപ്പോൾ അതേപോലെ നമ്മൾ നമ്മുടെ സൃഷ്ടാവിനും പ്രപഞ്ചത്തിനോടും എല്ലാം നന്ദി പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, ഓക്കെ, ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, ഈശ്വര, കൃഷ്ണ, ഓക്കെ, ഏത് വിശ്വാസത്തിലാണെങ്കിലും നിങ്ങൾ, ഓക്കെ, ഏത് ആണ് നിങ്ങളുടെ ഈശ്വരൻ, നിങ്ങൾ പൂജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അവരുടെ അത് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി ഒന്ന് പറഞ്ഞു നോക്കുക. ഓക്കെ, ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. അപ്പം നാളെ തൊട്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് 10 ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എഴുതാൻ സമയമില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. അപ്പോൾ രാത്രി തന്നെ നിങ്ങളത് ഓർത്ത് വയ്ക്കണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ലാസ്റ്റ് തോട്ട് എന്തായിരിക്കും, ആ ചിന്തയോട് കൂടി ആയിരിക്കും രാവിലെ നമ്മൾ എണീക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് കിടക്കുന്നത്, അല്ലേ? ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മൾ ആ ദിവസം ചെയ്തത് അതിനെ ഓർത്ത് സമാധാനത്തോടു കൂടി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആദ്യത്തെ ചിന്ത, ഓക്കെ, അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് രാത്രി തന്നെ പറഞ്ഞു വെക്കണം, ഓക്കെ, രാവിലെ എനിക്ക് നല്ല കൃതജ്ഞതയോടുകൂടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാവത്തോടു കൂടെ വേണം എഴുന്നേൽക്കാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരാഴ്ചയെങ്കിലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ രാവിലെ ഭയങ്കര മാജിക്കലാവും. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ ദിവസം മാജിക്കലി പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് ഒരു മാസം, 2 മാസം, 3 മാസം ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഹാബിറ്റ് ആവും. പിന്നെ നമ്മുടെ ആ വർഷം മുഴുവൻ ഭയങ്കര സന്തോഷത്തിൻ്റെ വർഷമായിരിക്കും. ഓക്കെ, അപ്പോൾ 2025 കഴിഞ്ഞു, 26 ഓൾമോസ്റ്റ് ഫസ്റ്റ് മന്തും കഴിഞ്ഞു. ഇനിയുള്ള മാസങ്ങളെങ്കിലും നമ്മുടെ ഭയങ്കര സന്തോഷവും സമാധാനത്തോടും കൂടെ പോകാനുള്ള ഒരു മാജിക്കൽ ട്രിക്കാണ് ഇത്. അതായത് എന്താണ്, നമ്മുടെ ദിവസമാണ്, നമ്മൾ എങ്ങനെ രാവിലെ എണീക്കുന്നത്, ഏത് മൂഡോടാണ് എണീക്കുന്നത്, അതാണ് നമ്മുടെ ദിവസം തീരുമാനിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻറ്റയർ ഡേ ഭയങ്കര മോശമായിരിക്കും ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ 2-3 മണിക്കൂർ നമ്മൾ
നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വരാൻ കഷ്ടമായിരിക്കും. നമ്മൾ ഭയങ്കര വെപ്രാളത്തോടെയും വറിയുടെയാണ് എനർജിയോടെയാണ് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാം. താങ്ക് യു. ഓക്കെ, അതൊരു പുഞ്ചിരിയോടുകൂടെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന നന്ദിയായിരിക്കണം. ഫീലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടു അതിൽ താങ്ക് യു പറഞ്ഞ് എണീക്കണം, അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ദിവസത്തിൻ്റെ മാജിക്കൽ ബിഗിനിങ് ആണത്. Easiest and simplest way to ensure that your day ahead will be filled with magic is to fill your morning with gratitude. When you incorporate gratitude into your morning routine, you will feel and see its magical benefits throughout the whole day. പിന്നെ നിങ്ങൾ കാണുന്ന വ്യക്തികൾ എല്ലാം നിങ്ങളോട് ഭയങ്കര സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ആരും നിങ്ങളെ വെറുപ്പിക്കാനോ ഫൈറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കില്ല. ഓക്കെ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓഫീസിൽ കലീഗ്സ് നല്ല സന്തോഷം, കാരണം നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലാണ് എല്ലാ ദിവസവും. ഓക്കെ, അപ്പം നമ്മുടെ എനർജി മാറുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ എനർജിയും അതിൽ പ്രതിഫലിക്കും. ഓക്കെ, അപ്പോൾ ഔട്ട്സൈഡ് വേൾഡ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് അവർ ഇൻസൈഡ് വേൾഡ്. നമുക്ക് ഉള്ളിൽ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതാണ് പല സാഹചര്യങ്ങളും പുറത്തുള്ളവർ നമ്മൾ അതുപോലെയാണ് പെരുമാറുക. അത് നിങ്ങൾ ഇന്ന് തൊട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓക്കെ, നിങ്ങൾ ഭയങ്കര സന്തോഷമാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരും അതിൻ്റെ ഭയങ്കര സന്തോഷമായിരിക്കും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര പൊട്ട മൂട്ടിലാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജിയിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർ ഒന്നില്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ യുനോ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും, നിങ്ങളടുത്ത് പെട്ടെന്നൊന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കാൻ. അല്ലെങ്കിൽ അവർ സംസാരിക്കുകയാണെങ്കിൽ തന്നെ അത്ര സന്തോഷത്തോടെ ആയിരിക്കില്ല സംസാരിക്കുന്നുണ്ടാവുക. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് കുറ്റം പറയാൻ പാടില്ല. എപ്പോഴും അവൾക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, എന്നോടൊന്ന് ശരിക്കും ചിരിച്ച് സംസാരിക്കാൻ വയ്യ. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം ശ്രദ്ധിക്കുക. ഓക്കെ, so when you wake up to the new day, before you move, before you do a single thing, say the magic words thank you. Say thank you for the fact that you're alive. ഞാൻ പണ്ടത്തെ വീഡിയോയിലും കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേൽക്കാൻ പറ്റാത്തവർ കുറേ പേരുണ്ട് അല്ലേ, രാത്രി കടന്നിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ജീവനോടെ ഉണ്ടല്ലോ, എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുള്ളല്ലോ, എൻ്റെ ശ്വാസത്തിന് നന്ദി. ഓക്കെ, ഞാൻ തമാശ പറയല്ല, നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. നമ്മൾ ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ പുതിയ ദിവസത്തിലേക്ക് എനിക്ക് ഉണരാൻ പറ്റി. ഈ നല്ലൊരു സുപ്രഭാതത്തിൽ നല്ലൊരു എനർജറ്റിക് വെളിച്ചത്തിലേക്ക് എനിക്ക് ഉണരാൻ പറ്റി. ഓക്കെ, say thank you for the fact that you're alive, that you have been given another day of life. Your life is a gift. എവറി ഡേ ഈസ് എ ഗിഫ്റ്റ്. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ചാലുണ്ടല്ലോ നമുക്ക് പിന്നെ അനാവശ്യ ഡിസപ്പോയിൻമെൻറ്റ്സും എന്തിനാണ് ഈ ജീവിതം, എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടണം, അങ്ങനത്തെ ഒരു ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളൊന്നും നമ്മളെ അലട്ടില്ല. ഓരോ ദിവസവും എനിക്ക് തന്നിരിക്കുന്ന ഒരു സമ്മാനമാണ്, എൻ്റെ ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. പ്രസൻറ്റിന് വേറൊരു വേർഡാണല്ലോ ഗിഫ്റ്റ്. അപ്പോൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഇന്നത്തെ ദിവസം ഒരു ഗിഫ്റ്റാണ്. ഓക്കെ, പാസ്റ്റ് അല്ല, ഫ്യൂച്ചർ അല്ല, പ്രസൻറ്റ്. ടുഡേ ഈസ് എ ഗിഫ്റ്റ്. Okay, when you really think about it, it's inconceivable that any of us would wake up in the morning without giving thanks for another day. If you think a new day isn't such a big deal, then just try missing one. നമുക്കൊരു ദിവസം മിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ അലാം അടിച്ചതും നമ്മൾ ഒരു പുഞ്ചിരിയോടുകൂടെ താങ്ക് യു. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കണമെങ്കിൽ അലാമിൻ്റെ ടോൺ തന്നെ സെറ്റ് ചെയ്യുക. താങ്ക് യു ടോണോ, അങ്ങനെ നന്ദി പറയുന്ന വല്ല മ്യൂസിക് ഉണ്ടെങ്കിൽ ആ ടോൺ തന്നെ സെറ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലാം അടിക്കുമ്പോൾ തന്നെ ഓർമ്മയുണ്ടാവും, എനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൂടി വേണമാണ് എണീക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്തിനാണ് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചെടുക്കുക. എന്തിനൊക്കെയാണ് ഞാൻ നന്ദി പറയുന്നത്? ഒന്ന്, ജീവനോടെ എണീക്കാൻ പറ്റിയതിന്, ഈ ജീവിതത്തിന്, ഈ നല്ലൊരു സുപ്രഭാതത്തിന്. ബെഡിന്, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബെഡിനോട് താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം നിങ്ങൾ അത്ര കംഫർട്ടബിൾ അല്ലാത്ത കിടക്കയിലൊന്ന് കടന്നു നോക്കുക. രാവിലെ എണീക്കുമ്പോഴേക്കും ഷോൾഡർ പെയിന്, ബാക്ക് പെയിന്, ഓക്കെ, ആ ദിവസം പിന്നെ മൊത്തം നമ്മുടെ കുളമായി അല്ലേ? അപ്പോൾ നല്ലൊരു സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങാൻ പറ്റണത്, നല്ലൊരു ബെഡിൽ ഉറങ്ങാൻ പറ്റണത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അത് നമ്മൾ ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. അപ്പോൾ ആ ബെഡിനെ ഒന്ന് തൊട്ടിട്ട് താങ്ക് യു, ഇത്രയും കംഫർട്ടബിളായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയതിന്, പില്ലോനെ തൊട്ടിട്ട് താങ്ക് യു.
പില്ലോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ, ഇനി പുതപ്പ് ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, ഓക്കെ. അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് നമുക്ക് ബ്ലാങ്കറ്റൊക്കെ പുതച്ച് കിടക്കണം, ഓക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് നന്ദി പറയുക. നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങളാണല്ലോ അത്, നമ്മുടെ ബെഡിൽ നിന്ന് എണീക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് തൊട്ടിട്ട് താങ്ക് യു ഫോർ ദ കംഫർട്ടബിൾ സീറ്റ്. ചിലപ്പോൾ വീട്ടുകാർ ഇതെന്ത് ഭ്രാന്താണെന്ന് വിചാരിക്കും. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളൊരു പുതിയ ഹാബിറ്റ്, പുതിയ ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റിയിൽ ഭാഗമാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒന്നും നിങ്ങളെ അലട്ടില്ല. നിങ്ങളുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തോടെയും കൃതജ്ഞതാഭാവത്തോടെയും ആയിരിക്കും പിന്നെ ഇരിക്കുന്നത്, ഓക്കെ. അപ്പോൾ ഈ ചെറിയൊരു ടോപ്പിക്കാണ് എങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുക. ഓരോ കാര്യങ്ങൾ, ഓരോ ഒബ്ജക്ട്സും, ഓക്കെ. നമ്മൾ നോൺ ലിവിങ് തിങ്സ് ആണ്. ഇതിനൊക്കെ ഒന്നും ജീവനില്ല, പിന്നെ എന്തോ താങ്ക് യു അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു എനർജി ഉണ്ട്, ഓക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ ബെഡ് കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവർക്ക് താഴെ കിടന്നിട്ടായിരിക്കും, താഴെ പായ വിരിച്ച് കിടക്കുന്നത് ഭയങ്കര സുഖമായിട്ട് തോന്നും. അപ്പോൾ ആ തറ, ആ പായ, അതൊക്കെ ഒന്ന് തൊട്ട് താങ്ക് യു പറയാം, ഓക്കെ. നമ്മൾ രാവിലെ പിന്നെ വെള്ളം തുറക്കുന്നു ബ്രഷ് ചെയ്യാനായിട്ട്, അല്ലേ? വെള്ളം ഇല്ലെങ്കിൽ ആ ദിവസം നമ്മൾ രാവിലെ എണീക്കുന്നു, പൈപ്പിൽ വെള്ളമില്ല, നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കുമോ? നിങ്ങളുടെ എല്ലാ റുട്ടീനും അപ്പോൾ തെറ്റി, അല്ലേ? പിന്നെ ടാങ്ക് ഫില്ല് ചെയ്യണം, അതിനുള്ള ടൈം വേസ്റ്റ്, അല്ലെങ്കിൽ വേറെ എന്താണ് ബ്ലോക്ക് കണ്ടുപിടിക്കണം, അതിനുള്ള ടൈം എടുക്കുക. അപ്പോൾ ആ ഒരു ദിവസം വെള്ളം വരാതിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയും. അപ്പോൾ ടാപ്പ് തുറന്നത് നന്ദി, ഓക്കെ. വെള്ളത്തിന് ആദ്യമായി കാണുന്നത്. ഗ്യാസ് നിങ്ങൾ ഓൺ ചെയ്യണം ചായ ഉണ്ടാക്കാൻ, അതിന് നന്ദി. ഗ്യാസ് കഴിഞ്ഞു, സിലിണ്ടർ ഇല്ല, എന്ത് ചെയ്യും? അപ്പോൾ അതിനും നന്ദി. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പഞ്ചഭൂതങ്ങളോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. അതായത് എണീറ്റതും ആ പ്രഭാത സൂര്യന്, ഓക്കെ, വെള്ളം, അഗ്നി, വെള്ളം, വായു, അല്ലേ? എഗെയിൻ ഗ്യാസ് തുറക്കുമ്പോൾ അഗ്നി. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളോട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം, ഓക്കെ. അപ്പോഴാണ് നമ്മുടെ ജീവിതം ഭയങ്കര സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ആ എലിമെൻറ്റ്സ് ഓഫ് ദ എർത്ത്, 5 എലിമെൻറ്റ്സിനെ നമ്മൾ രാവിലെ എണീറ്റതും നന്ദി പറയാം. ബാൽക്കണിയിലോ ടെറസിലോ പോയി നിന്ന് നേരെ സൂര്യനെ കാണാൻ പറ്റുവാണെങ്കിൽ ആ സൂര്യൻ, വായു, അല്ലേ? ആ കാറ്റ്, ആ സ്പേസ്, നമ്മൾ നിൽക്കുന്ന സ്പേസ്, ഭൂമി, അതിനൊക്കെ ഒന്ന് നന്ദി പറയാം. നമ്മൾ നേച്ചറായിട്ട്, നമ്മുടെ എലമെൻറ്റ്സായിട്ട് കണക്റ്റഡ് ആവുകയാണ്. കാരണം എന്താ? നമ്മുടെ ഈ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ്. ഞാൻ ഫിലോസഫിക്കലായിട്ട് പോവുകയല്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ബേസിക് ഫാക്റ്റ്, ഓക്കെ. അപ്പം നമ്മുടെ പഞ്ചഭൂതങ്ങളും അവിടുത്തെ എക്സ്റ്റേണൽ എലമെൻസും കൂടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വേണം എപ്പോഴും ജീവിതം നയിക്കാൻ. അങ്ങനെ ഒരു ലയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ഭയങ്കര സമാധാനമായിട്ടുണ്ടാവുള്ളൂ, ഓക്കെ. അപ്പോൾ ഒരിക്കലും നേച്ചറിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആവരുത്. നമുക്കറിയാം പ്രളയവും ഭയങ്കര സ്റ്റോമും, ഓക്കെ, എംബ്രോയിഡിലൊക്കെ ഇപ്പം ഭയങ്കര സ്നോഫോളും ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്, അല്ലേ? എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ഏറ്റവും നല്ല താളത്തിൽ, ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ബാലൻസിൽ പോകുന്ന സമയത്താണ് നമുക്ക് ജീവിതം സുഖമാവുകയുള്ളൂ, ഓക്കെ. അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി. ഇനി നിങ്ങൾ ഓഫീസിൽ പോകാൻ റെഡി ആവുകയാണ്, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഡ്രസ്സ് എടുത്തു, അതിന് നന്ദി. അത് വാങ്ങാൻ നമുക്ക് പൈസ ഉണ്ടായിരുന്നല്ലോ, അതിന് നന്ദി, ഓക്കെ. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള എനിക്ക് ഷർട്ട് കിട്ടി, അല്ലെങ്കിൽ കുർത്ത കിട്ടി, ഓക്കെ, ചുരിദാറോ സാരിയോ എന്താണെന്ന് വെച്ചാൽ അതിന് നന്ദി, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഈ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്യുമ്പോഴും കാണുമ്പോഴും, ഓക്കെ, കാണുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ്, ഗ്യാസ്, ഓക്കെ, ഡൈനിങ് ടേബിൾ, ചെയർ, അതിനൊക്കെ ഒന്ന് താങ്ക് യു പറയാം. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കാനുള്ള സമയമുണ്ടോ? അനാവശ്യ ചിന്തകൾ എടുത്തിട്ടാണ് നമ്മൾ അധികവും ടെൻസ്ഡ് ആവുക, ഓക്കെ. വളരെ സീരിയസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിനപ്പം സൊല്യൂഷൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കും, ആരുടെയെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടോ എന്തെങ്കിലും, ഓക്കെ. അപ്പോൾ ഈ അനാവശ്യമായിട്ട് നമ്മൾ ഓരോ കഥകളും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സ് നമ്മളെ കബളിപ്പിച്ച് അനാവശ്യ ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ടാക്കുന്നതിന് പകരം
ചുറ്റും ഉള്ള ഓരോ കാര്യത്തിനും നന്ദി. ഓക്കെ, എനിക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ എൻ്റെ കണ്ണുകളോട് നന്ദി. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, അതിന് നന്ദി. അങ്ങനെ ഒരാഴ്ച നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സമാധാനമായിരിക്കും. കാരണം നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്. ആ പ്രസൻറ്റിലാണ് നമ്മുടെ മാജിക്. ഓക്കെ, പ്രസൻറ്റ് ഇൻ ദ സെൻസ് നമ്മൾ ചുറ്റും കാണുന്ന സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് എന്തൊക്കെയാണ് നടക്കുന്നത് അതിലാണ് നമ്മുടെ ഫോക്കസ് മുഴുവൻ. കഴിഞ്ഞു പോയ പാസ്റ്റോ വരാനിരിക്കുന്ന ഫ്യൂച്ചറിലോ അല്ല നമ്മുടെ വറി. ഓക്കെ, ഇന്നത്തെ ദിവസത്തിന് ഞാൻ നന്ദി. ഓക്കെ, ആ ഗിഫ്റ്റ്, ആ കൃതജ്ഞതയോട് കൂടെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക. ഇതൊക്കെ കുഞ്ഞുനാളിലേ തൊട്ട് നമുക്ക് വരേണ്ട ശീലമാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴേ ശീലമാക്കുക. ഓക്കെ, രാവിലെ എണീറ്റതും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് എണീക്കുക. ഓക്കെ, പുറത്തൊന്നും കാണിച്ചിട്ട് ഓക്കെ ചുറ്റുമുള്ള മരങ്ങൾക്ക്, സൂര്യന്, എല്ലാത്തിനും നന്ദി പറയുക. ഓക്കെ, ആ ഒരു 2 മിനിറ്റ് അവരുടെ റുട്ടീനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര കാമാവും കുട്ടികൾ. ഓക്കെ, അപ്പോൾ മേക്ക് ടുഡേ ആസ് ഗുഡ് ആസ് ഇറ്റ് ക്യാൻ ബി ബൈ പ്രാക്ടീസിങ് കോൺസെൻട്രേറ്റഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പുട്ടിങ് ദ മാജിക് ഇൻ ടു യുവർ മോർണിംഗ് റുട്ടീൻ. From the moment you open your eyes until you have put your shoes or finish getting ready, say the magic words thank you in your mind for everything you touch and use. It doesn't matter if you don't shower or get dressed first thing in the morning. You can still use the magic morning practice as a guide. Apply it to whatever your morning routine is. ഇപ്പോൾ രാവിലെ എണീറ്റ് അപ്പം തന്നെ കുളിക്കാൻ അത് ആൾക്കാരുണ്ടാവും. ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ടൊന്ന് വാക്കിന് അല്ലെങ്കിൽ ജിമ്മിലേക്ക് പോകുന്നവരുണ്ടാവും. അത് സാരില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഈ ജിമ്മിലത്തെ എക്വിപ്മെൻറ്റ്സിന് നന്ദി. എൻ്റെ ബോഡി സ്ട്രോങ് ആക്കാൻ വയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ. വാക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും പ്ലെസൻറ്റ് എയറിന്, വെതറിന്, നല്ല മഴയുണ്ടെങ്കിൽ നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പോൾ അതിനും നന്ദി. ഓക്കെ, പ്ലെസൻറ്റ് വെതറിന്, ക്ലൈമറ്റിക് കണ്ടീഷന്, കഴിക്കാനിരിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, എടുക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി. ഓക്കെ, ഫ്രൂട്ടാണെങ്കിലും മീൻസ് ഇഡ്ഡലിയോ ദോശയോ പുട്ടോ എന്താ നിങ്ങൾ രാവിലെ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിന് നന്ദി. എവറി ഡേ വിത്തൗട്ട് എക്സെപ്ഷൻ ഐ സേ thank you as I put one foot on the floor and as my other foot touches the floor, so that as both feet touch the floor for the first time each day I have said thank you. As I walk toward the bathroom I say magic words thank you. Then I continue to say thank you in my mind as I touch and use each thing in my washroom. By the time I'm dressed and ready for the day, I feel so happy I could jump for joy. And when I feel that happy, I know my gratitude has worked and I'm guaranteed to have a magical day. So I really feel as though I have a magic power with me because one good thing after another happens. And as each good thing happens, I'm even more grateful for, which speeds up the magic with even more good things happening. You know those days when everything just seems to go right for you? That's what it's like after doing magic morning but multiplied. അപ്പോൾ ഒരു ദിവസം നമ്മൾ മാജിക്കലാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കി. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നമ്മുടെ ദിവസം ശരിയായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആരെയാണോ രാവിലെ കണി കണ്ടിട്ട് എണീറ്റതെന്ന് അറിയില്ല അല്ലേ. എന്നിട്ട് നമ്മൾ ചിലവർ പറയും കണ്ണാടി നോക്കിയിട്ട് തോന്നുന്നു എണീറ്റത്. അതൊക്കെ നമ്മൾ നിസ്സാരമായി പറയുകയാണെങ്കിലും അതിൻ്റെ ബാക്കിൽ വലിയൊരു നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമുണ്ട്. അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ എണീക്കുകയാണെങ്കിൽ രാവിലെ നമ്മുടെ ബെഡിൽ നിന്ന് കാല് താഴോട്ട് വയ്ക്കുമ്പോൾ പണ്ടുള്ളവർ ആക്ച്വലി കുനിഞ്ഞ് നിന്ന് ഇപ്പോൾ കുറേ ഡോക്ടേഴ്സും പറയുന്നുണ്ട് നമ്മുടെ ആ ബ്ലഡ് ഫ്ലോ ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നിലത്ത് അതായത് ഫ്ലോറിൽ കൈ ആദ്യം ടച്ച് ചെയ്തിട്ട് വേണം നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആക്കി നമ്മൾ കാല് നിലത്തോട്ട് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്ലോർ ടച്ച് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പണ്ടുള്ളവർ ഭൂമി ദേവിക്ക് നന്ദി പറയുക, ഭൂമി ദേവിയെ ഒന്ന് തൊഴുതിട്ട് എഴുന്നേൽക്കുക, അതായിരുന്നു അതിൻ്റെ ബേസിക് ഫാക്റ്റ്. അപ്പോൾ ഇതിപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മുടെ ബ്ലഡ് ഫ്ലോ നമ്മൾ പെട്ടെന്ന് ഒരു റെസ്റ്റ് പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലവർക്ക് തിരിയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊന്ന് കുനിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് സ്റ്റേബിൾ ആവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സയൻറ്റിഫിക് റീസൺ. അതോടുകൂടെ നമ്മൾ
താങ്ക് യു എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിന്നെ കാണുന്ന ഓരോ കാര്യങ്ങളും ചുറ്റും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജോലി സ്ഥലം എത്തുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി ഓൾറെഡി. പിന്നെ ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ കണ്ട് ഭയങ്കര സന്തോഷത്തോടും ഭയങ്കര എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ഓടെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. കാരണം നമ്മുടെ ആ എനർജിയിലാണ് ഇരിക്കണം. നമ്മുടെ മീറ്റിങ്സൊക്കെ ഭയങ്കര കൂളായി പോവും. വേറെ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ലൈറ്റായിട്ട് ഒക്കെ ഒരു വറിയില്ല, ഒരു വെപ്രാളമില്ലാതെ ഭയങ്കര സമാധാനത്തോടെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവുക. അത് നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ ഒരു മോഡിലുള്ളവർ സൂപ്പർ, അല്ലെങ്കിൽ ആ ഒരു മോഡിൽ എത്താൻ വേണ്ടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ മാജിക്കൽ മെഡിസിൻ. രാവിലെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എഴുന്നേൽക്കുക, ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പിന്നെ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആ ദിവസം നടന്ന ഏറ്റവും നല്ല കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് സമാധാനമായി കടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ വ്യക്തിക്കും, നമുക്ക് തന്നിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും നമ്മൾ ഹൃദയത്തിൽ നിന്നും നന്ദി പറയാം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനോട് നന്ദി. എനിക്ക് കുറച്ച് കോമൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, അവർ പ്രാക്ടീസ് ചെയ്യുന്നുള്ളവർ അവർ ചെയ്യുന്നുണ്ട് എന്നെ അറിയിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി. നമുക്ക് ഒരുമിച്ച് ഈ ജേർണിയിൽ മുന്നേറാം. പ്ലീസ് ഷെയർ ദ വീഡിയോ and wishing you a very blessed day. Thank you.